ഓ പറയാം മോൻ, അങ്ങനെ പ്രശ്നം അവരെ കൂട്ടിക്കൊണ്ടുപോവാം. ഞാൻ ആശ്വാസത്തിലിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം ടെലഫോണിൽ ഇങ്ങോട്ട് ലാൻഡ് ഫോണിൽ വിളിക്കുന്നുണ്ട്. കോഴിക്കോട് 2700 നമ്മുടെ നമ്പറാണ്. ഇന്നും BSNL ടവർ പരിശോധിച്ചാൽ നമുക്ക് ആ നമ്പറിൽ കാന്തപുരം ഇങ്ങോട്ട് വിളിച്ചു എന്ന് കാണാൻ സാധിക്കും. മോൻ, അങ്ങനെ ആരും ഇവിടെ കൂട്ടിക്കൊണ്ടുവരണ്ട, അങ്ങനെ വിവാദം ഉണ്ടാക്കേണ്ട. വഹാബി മൗദൂദികൾ സത്യം അംഗീകരിക്കാത്ത ആളുകളാണ്, അതുകൊണ്ട് ഇത് ബറക്കത്താണ്. വിശ്വാസമുള്ളവർ വിശ്വസിക്കട്ടെ, ഇല്ലാത്തവർ നിരാകരിക്കട്ടെ. മോന് വിവാദം ഉണ്ടാക്കി ആരെയും കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് തിരിച്ചു വിളിച്ചു അദ്ദേഹം. ഈ സംഭവം ഇത്രയായപ്പോൾ നമുക്ക് നിജസ്ഥിതി ആളുകൾ മുമ്പിൽ പറയാൻ ഏറെക്കുറെ ധൈര്യമായി. ഇങ്ങനെ ഉണ്ടായി എന്ന് ചില്ലറ പ്രസംഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇദ്ദേഹം വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിൽ ഏറ്റവും പ്രകടമായ തെളിവാണ്. ഇത്ര നീണ്ട ടെലഫോൺ സംഭാഷണം നടത്തി തിരിച്ചു വെച്ചിട്ട് അദ്ദേഹം തിരിച്ചു വിളിച്ചു. ഇതിനെക്കുറിച്ച് അദ്ദേഹം മലപ്പുറത്ത് പ്രസംഗിച്ചു. നമ്മളിതൊന്നും വിവാദമാക്കാൻ പോയിട്ടില്ല, പറഞ്ഞ വഴിക്ക് പോയിക്കോട്ടെ, ഒരു പുതിയ വിഷയം ഉണ്ടായാൽ പറയാം. അദ്ദേഹം പറഞ്ഞു, ഒരാളിനെ വിളിച്ചു എന്നാണ് ശരിയാ, ബാക്കി തിരിച്ചു വിളിച്ചു, ഞാൻ അങ്ങോട്ട് വിളിച്ചു, ബാക്കി പറഞ്ഞതൊക്കെ കളവാണ്. സത്യത്തിൽ നിങ്ങൾ കൃത്യമായി കേട്ടു നോക്കൂ. ഉള്ളതൊക്കെ കളവ്. ഏതാണ് സത്യം? എനിക്ക് ഫോൺ ചെയ്തു എന്നത് സത്യമാണ്. എനിക്ക് ഫോൺ ചെയ്തു. ആരാണ് എന്ന് ചോദിച്ചു. ആളെ പേര് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് എനിക്കിപ്പോഴും ഫോൺ ചെയ്യുന്നത്? അത് നമ്മൾ തമ്മിൽ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു മുഹബ്ബീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മുഹിബായാലും അല്ലാതായിരുന്നാലും എന്താണ് ഫോൺ ചെയ്ത കാര്യം പറയുക എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളെ മർക്കസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഉണ്ട് എന്ന് കേട്ടു. നബിയുടെ മുടി എന്നാണ് അയാൾ ചോദിച്ചത്. ഞാൻ സലാത്തിൽ ഇന്നേ ഉള്ളൂ. നബിയുടെ മുടിയുണ്ട് എന്ന് കേട്ട് ഞാൻ പറഞ്ഞു, ഉണ്ട്. അതിന് വല്ല സനദും ഉണ്ടോ? ഉണ്ട്. അതെന്താ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സനദ് ഇങ്ങനെ ടെലിഫോണിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സാധനം അല്ല. സനദ് എന്ന് പറഞ്ഞാൽ പരമ്പര. ആ പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഞാൻ അവിടെ സിഹാഹുസിത്ത് ഓതിക്കൊടുക്കാറുണ്ട്. അത് അയാളോട് പറഞ്ഞതല്ല, ഞാനോട് പറഞ്ഞത് ഇത്ര മാത്രം. ഞാനവിടെ ഹദീസ് ഓതിക്കൊടുക്കാറുണ്ട്, ഞാനവിടെ ഫിഖ് ഓതിക്കൊടുക്കാറുണ്ട്, തഫ്സീർ ഓതിക്കൊടുക്കാറുണ്ട്. അങ്ങനെ ഓതിക്കൊടുക്കുന്നതിൻ്റെ ഒക്കെ സനദ് അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ സനദ് വേണമോ, മർക്കസിൽ വരൂ, ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞ് ഫോൺ വെച്ചതാ. പിന്നെ വേറെ ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല, പിന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ടില്ല, പോകാമെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ ടെലഫോണിലൂടെ ഞാൻ സനദ് ചോദിച്ചിട്ടില്ല, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞു. വേറെ മാന്യനായ ഒരു നിഷ്പക്ഷപാതിയായ ഒരു മധ്യസ്ഥനോട് ഈ അടുത്ത് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറായപ്പോൾ എന്നോട് തപ്പാലിൽ സനദ് അയച്ചു കൊടുക്കാനാണ് ഹമീദ് ഫൈസി പറഞ്ഞത്. അതെങ്ങനെ തങ്ങളെ നടക്കുമോ എന്നാണ് ആ ബഹുമാന്യനായ മധ്യസ്ഥനോട് ചോദിച്ചത്. ഈ തരത്തിൽ വാസ്തവവിരുദ്ധമായ പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം സംവിധാനം. ഞാൻ പറയുന്നു, പിന്നെ വിളിച്ചിട്ടില്ല, പിന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞല്ലോ. ഈ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്ലിപ്പിംഗ് സാക്ഷിയാണല്ലോ. ഞാൻ പറയുന്നു, അന്നത്തെ ടെലഫോൺ നമ്പർ എടുത്തിട്ട് BSNL ടവർ പരിശോധിച്ചിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ടെലഫോൺ നമ്പറിൽ നിന്ന് കോഴിക്കോട് SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ 27001777 എന്ന നമ്പറിലേക്ക് കാന്തപുരം വിളിച്ചോ എന്ന് പരിശോധിക്കാൻ ബഹുമാന്യനായ കാന്തപുരം തയ്യാറുണ്ടോ? സത്യം പറയണ്ടേ? നമ്മൾ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് സംശയമായി. അപ്പം നമ്മൾ ആ കാര്യം വിശദീകരിച്ചു. ഇതൊരു യാഥാർത്ഥ്യ. ഈ വിശദീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കൂട്ടത്തിലാണ് ഞാനൊരു സത്യം പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ ഒരു ക്ലിപ്പിംഗ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സത്യത്തിൽ ലോകത്ത് പല സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്, കാശ്മീരിലുണ്ട്, തുർക്കിയിലുണ്ട്, പല സ്ഥലങ്ങളും ഉണ്ടെന്ന പോലെ അബുദാബിയിൽ ഹസ്രജി ഫാമിലിയിൽ മുടിയുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്.
സ്വാഭാവികമായും ഇപ്പോൾ അബുദാബി ഹസ്രജി ഫാമിലി അങ്ങനെ മുടിയുണ്ട് ഹമീദ് വൈസി പറഞ്ഞല്ലോ അതന്നെയാണ് ഈ മുടി എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ തെളിവ് ഞാൻ വളരെ ആധികാരികമായ ഒരു ഉത്തരവാദപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ശരിയെന്നുള്ളതാണ് കാന്തപുരം വിഭാഗം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് നെറ്റിലൂടെ. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, ഞാൻ അബുദാബിയിൽ 10-16 വർഷക്കാലമായി ഇടയ്ക്കിടെ പോകാറുണ്ട്. ഈ കഴിഞ്ഞ 2-3 വർഷക്കാലമായി എന്നോടൊരു സുഹൃത്ത് ഇടയ്ക്കിടെ പറയും, നമ്മുടെ ഹസ്രജിൻ്റെ വീട്ടിലൊരു മുടിയുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റബീഉൽ അവ്വലിലും പ്രദർശിപ്പിക്കും റമദാനിലും പ്രദർശിപ്പിക്കും. ഈ സുഹൃത്ത് സത്യസന്ധര, ഒന്ന് പോയി കണ്ടുവിടേക്കും. കാണാൻ പറഞ്ഞ് നമുക്ക് സമയം കിട്ടൂല, അങ്ങനെ നീണ്ടുപോയി. പക്ഷേ എൻ്റെ മനസ്സിൽ സത്യസന്ധരായ സുഹൃത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വേരൂന്നി. ഞാൻ സ്വാഭാവികമായും പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ഒരു മുടിയുണ്ട്, അവരെ പാരമ്പര്യമായി സൂക്ഷിച്ചു വരുന്നത് എന്നായിരിക്കും എൻ്റെ ധാരണ. ആ നിലയ്ക്ക് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാരന്തൂർ മർക്കസ് സമ്മേളനത്തിൽ സാക്ഷാൽ ആ ഹസ്രജിൻ്റെ വീട്ടിലെ മുടി അദ്ദേഹത്തിൻ്റെ മകൻ എന്ത് ചെയ്യാണ്, ഹസ്രജ് വഫാത്തായി പോയി, നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്ന വാർത്തയാണ് ടെലിഫോണിൽ ഇങ്ങനെ ആളുകൾ വിളിച്ചു പറയുന്നത്. ഞാൻ സത്യത്തിൽ അത്ഭുത ശ്രദ്ധ പഠിച്ചവൻ കാന്തപുരത്തിന് ഹബീബായ മുസ്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എത്തിച്ചേരുമോ? എന്ത് സംഭവിച്ചു? പട്ടിക്കാട് ജാമിയാനൂർ അറബി കോളേജിൽ വെച്ച് എന്നോട് കുട്ടികളെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ അവരോട് പറയാൻ പറ്റൂല, കാരണം അവിടെ ഒരു മുടിയുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പഠിക്കാതെ ഒന്നും പറയാൻ പറ്റൂലായിരുന്നു. ഞാൻ സത്യസന്ധമായ നിലപാടിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലിന് ഇപ്പോൾ ഈ റബീഉൽ അവ്വലിന് അബുദാബി ചെന്നു. അബുദാബി ചെന്ന് നോക്കുമ്പോൾ ഇവിടെ കൊടുത്ത മുടി വീണ്ടും അവിടെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഇതെന്ത് കറാമത്താണ്? അപ്പോൾ വിശദമായി നമുക്ക് വീണ്ടും സംശയമായി. പക്ഷേ ഇവിടെ കൊടുത്ത മുടി പിന്നെ എങ്ങനെ അവിടെ ഉണ്ടാണ്? അപ്പം നോക്കുമ്പോൾ അവിടെ ഒരു മുടിയല്ല, ആയിരക്കണക്കിന് മുടികൾ ഉള്ള ഒരു വലിയ കെട്ടാണ് അവിടെ ഉള്ളത് എന്ന് അറിയാൻ സാധിച്ചു. ഇതാ നിങ്ങൾക്ക് ആ കെട്ട് നേർക്ക് നേരെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. വിശ്വസ്തരായ നമ്മുടെ ആളുകൾ നേർക്ക് നേരെ പോയി ഫിലിമിൽ പകർത്തിയ, വീഡിയോ ക്യാമറയിൽ പകർത്തിയ അതിൻ്റെ ചിത്രം കൃത്യമായി കാണാൻ സാധിക്കും. മഹാന്മാരുടെ അടുക്കൽ ഇങ്ങനെ ചില്ലറ മുടികൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഇത്ര വലിയൊരു കെട്ട് ചരിത്രത്തിൽ ഒരു സ്വഹാബിവരൻ്റെ കൈവശം എത്തിപ്പെട്ടതായി രേഖകളിൽ കാണുന്നില്ല. ഇത്ര നീളം എങ്ങനെ മുടിക്ക് കൂടി, ഇത്ര വലിയൊരു കെട്ട് എങ്ങനെ കൈവന്നുവെന്ന് ആധികാരികമായി സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. സ്ഥിരീകരിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. നമ്മുടെ സംശയം വർദ്ധിച്ചു. സ്വാഭാവികമല്ലേ സംശയം? അപ്പോഴാണ് ഇത് മനസ്സിലാക്കിയപ്പോൾ കഴിഞ്ഞത്, ഈ മുടി ഹസ്രജി കുടുംബത്തിൽ പാരമ്പര്യമായി വന്നതല്ല. കൃത്യമായി നമ്മൾ അന്വേഷിച്ചു. പാരമ്പര്യമായി വന്നതല്ല. ഇപ്പോൾ ഈ ഇരിക്കുന്ന ബഹുമാന്യനായ ഹസ്രജയുടെ പുത്രൻ പുറത്തു നിന്ന് സംഘടിപ്പിച്ചതാണ് എന്ന് കൃത്യമായി അറിഞ്ഞപ്പോൾ നമ്മുടെ സംശയം നേരത്തെ അവിടെ പാരമ്പര്യമായി ഉണ്ടായിരുന്നു എന്ന ധാരണ മനസ്സിൽ തിരുത്തപ്പെടേണ്ടി വന്നു. ഇത് പുറത്ത് സംഘടിപ്പിച്ചതാണ്. സ്വാഭാവികമായും അപ്പോൾ കൃത്യമായി അതിൻ്റെ ആധികാരികമായ രേഖ, അതിൻ്റെ സനദില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഇത് സംശയാസ്പദമായ ഒരു വലിയ വിഷയമായി മനസ്സിൽ സ്ഥാനം പിടിച്ചു. അപ്പം ഞാൻ നേരത്തെ മുടി ഉണ്ട് എന്ന് പറഞ്ഞത് ശരിയാണ്, പിന്നീട് അത് പിതൃ പരമ്പരയിലൂടെ വന്നതല്ല എന്ന് സ്ഥിരപ്പെട്ടു എന്നും ശരിയാണ്. ഇനി എൻ്റെ ക്ലിപ്പിംഗ് വെച്ചിട്ട് ആ മുടി ഞാൻ അംഗീകരിച്ച മുടിയാണ്, അതുകൊണ്ട് കാന്തപുരം അംഗീകരിക്കുന്നു എന്ന് ദയവ് ചെയ്ത് കാന്തപുരത്തിൻ്റെ പ്രവർത്തകന്മാർ കാന്തപുരത്തിന് വേണ്ടി പ്രചാരണം നടത്തേണ്ടതില്ല എന്ന് സവിനയം ഉണർത്തുകയാണ്. സ്വാഭാവികമായും അറിഞ്ഞത് പറഞ്ഞു, കൂടുതൽ പഠിച്ചപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടത് നാം വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് വസ്തുത. പിന്നെ അങ്ങനെ രണ്ടാമത്തെ മുടി എത്തിപ്പെട്ട് നമ്മൾ അന്വേഷണം നടത്തി. സംഭവം സംശയാസ്പദമാണ്, സ്ഥിരീകരിക്കപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ അന്നത്തെ കാന്തപുരത്തിൻ്റെ മർക്കസ് സമ്മേളനത്തിൻ്റെ ആ ഒരു പ്രൗഢഗംഭീരമായ പരിപാടി അന്ന് തന്നെ നമ്മുടെ പ്രവർത്തകന്മാർ അത് ലൈവായി നടക്കുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കമ്പ്യൂട്ടറിൽ അതിരുന്ന് വിശദമായി കേട്ട് നോക്കുമ്പോൾ ആ പ്രസംഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത കാന്തപുരത്തിന് ഇങ്ങനെ മുടി കിട്ടിയെന്ന് മാത്രമല്ല, ഈ മുടി ഹബീബായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ നിന്ന് മദീനത്ത് നേരിട്ട് സമ്മതം കൊടുത്തിട്ടാണ് ഈ മുടി അറബ് സഹോദരൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്നുകൂടി പേരോട് തൻ്റെ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. പേരോട് ഇങ്ങനെ പരാമർശിക്കുമ്പോൾ പക്ഷേ തങ്ങൾ നേരിട്ട് നബിക്ക് ഇങ്ങനെ മുടി കൊടുക്കാൻ കൽപ്പിക്കുമോ? നമ്മുടെ സംശയമാണ്. സംശയം എന്ന് പറഞ്ഞാൽ വലിയ സംശയമാണ്. മാത്രമല്ല, അപ്പോൾ കണ്ണൂരിലൊരു നോട്ടീസ് ഇറങ്ങി എന്ന് അറിയാൻ സാധിച്ചു. നോട്ടീസിലുണ്ട്, ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ശേഷം വടിച്ച സമയത്ത് പല സ്വഹാബികൾക്കും കൈമാറി
അത് പിന്നീട് അന്യാധീനപ്പെട്ടു പോകും എന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ആ അറബ് സഹോദരനെ വിളിച്ചിട്ട് ഇത് ഭംഗിയായി കാത്തു സൂക്ഷിക്കാൻ ഒരു ഷെയ്ഖ് അബൂബക്കർ കേരളത്തിലുണ്ട്, അദ്ദേഹത്തെ നിങ്ങൾ ബന്ധപ്പെടണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് എത്തിക്കാൻ ഓർഡർ കൊടുത്തതാണ്. നോട്ടീസിൽ അവർ എഴുതും ചെയ്തു. ഈ തോതിലൊക്കെ അങ്ങനെ നബി തങ്ങൾ നേരിട്ട് കാന്തപുരത്തിന് മുടി കൊടുക്കാൻ ആവശ്യപ്പെടേ തൻ്റെ വിശുദ്ധ കേശം. അപ്പം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല എന്ന് മാത്രമല്ല ആരും വിശ്വസിക്കൂല. കാരണം കാന്തപുരവും തങ്ങളും തമ്മിലുള്ള ഈ ദീനിയായ ബന്ധം നമുക്കൊക്കെ അറിയാം, പരക്കറിയാം. അതുകൊണ്ട് തന്നെ കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ കുറേ ആമുഖം തയ്യാറാക്കണം. കുറേ ആമുഖം ഉണ്ടെങ്കിൽ ആളുകൾ സത്യം മനസ്സിലാക്കൂ. അപ്പോൾ കാന്തപുരത്തിന് നബി തങ്ങളുമായി വലിയ ബന്ധമാണ് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷങ്ങളായി വ്യവസ്ഥാപിതമായ നിലയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. കാന്തപുരം ഇടയ്ക്ക് കാന്തപുരത്തിന് തങ്ങളിൽ സ്വപ്നം കാണുന്ന അനവധി ആൾക്കാരുടെ ഒരു കൂട്ടത്തിൽ ഉണ്ടെന്ന് മാത്രമല്ല, വളരെ കൗതുകകരമായ സ്വപ്നങ്ങളുടെ കഥകളാണ് വ്യാപകമായി വിപണിയിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത്. കാന്തപുരവും മർക്കസും എന്ന പേരിൽ പുറത്തിറക്കിയ ഒരു CD-യിൽ പറയുന്ന ആശയം എന്താണെന്നോ, ഒരു ഈക്കക്കാരൻ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാൻ ആഗ്രഹിച്ചു. ആൾ സ്വപ്നം കാണാൻ ആഗ്രഹിച്ചിട്ട് കുറേ സ്വലാത്ത് വർദ്ധിപ്പിച്ചു. ലാസ്റ്റ് തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്നാൽ ആ നീണ്ട ക്യൂ ആണ്, ഒരു വലിയ സൊഫ്. അതിൽ നിന്ന് വരിവരിക്ക് ഇങ്ങനെ പോയി കാണുക, ഒരു റൂമിൽ ഇങ്ങനെ കിടക്കുക, കാണുക, പോരാ. അങ്ങനെ ഇയാളെ ഊഴം വന്നു. ആ റൂമിലെത്തി നോക്കുമ്പോൾ ആ വിടർന്ന പുഞ്ചിരിയുമായി കാന്തപുരം അവിടെ നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി സ്വപ്നങ്ങളല്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ റസൂലുള്ളാഹിനെ കാണാനല്ലേ സ്വപ്നം കണ്ടത്, ഞാൻ സ്വലാത്ത് ചെല്ലത്, ഇതെന്താ അത്ഭുതം. കാന്തപുരം പറഞ്ഞു, വിഷമിക്കണ്ട, റസൂലുള്ള തൊട്ടപ്പുറത്ത് റൂമിലുണ്ട്, പക്ഷേ കാണണമെങ്കിൽ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ആൾ ഞാനാണ്, ഇതാ ടിക്കറ്റ് എനിക്ക് തന്നു, അപ്പുറം പോയി കണ്ടു. ഒരു കഥ അയാൾ പറയാൻ ഞാൻ ഉസ്താദിന്റെ എതിരിലാണ്, പക്ഷെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശോധിച്ചവൻ. അതിനുള്ള ഏക വഴി സ്വലാത്ത് തന്നെയാണ്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ സഫ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുച്ച ടൈം, വേർത്തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നു, ഇനി ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കി ആ വലിയ ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങേ നടന്ന് 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 ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അതിലേക്കങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുരം ഉസ്താദാണുള്ളത്, AP ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? AP ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്, ആ നബിയെ കാണാൻ AP ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവിന്റെ റസൂലിലേക്ക് എത്താൻ ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ ഈ ഗ്രൂപ്പ് വിട്ട സ്വപ്നം കണ്ട ഈക്കക്കാരൻ നേതാവ് ആരാണ് എന്ന് പല തവണ നമ്മൾ പ്രസംഗത്തിൽ ചോദിച്ചു, മറുപടിയില്ല. ആരാണ് നേതാവ്? സ്വപ്നത്തിലൂടെ അറിയിക്കാൻ വേണ്ടി ആമുഖം തയ്യാറാക്കുന്ന ഭാഗമായി കാന്തപുരത്തിന് തങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ സത്യത്തിൽ ഒരു പക്ഷേ യുദ്ധത്തിലേക്ക് പോലും പോകാൻ ഇടയാക്കുമോ എന്ന് സംശയിപ്പിക്കാവുന്ന തരത്തിലുള്ള കള്ളക്കഥകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കഥ പ്രചരിപ്പിക്കുന്നത് കാന്തപുരത്തിൻ്റെ ഒരു അടുത്ത മഹാനായ ഒരാൾക്ക് ചെറിയൊരകൽച്ച, മൂപ്പരോട് അടുത്ത അകൽച്ച തോന്നുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെറിയൊരകൽച്ച തോന്നിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു വിട്ടുന്നു, ചെറിയ എന്ന് വീണ്ടും പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം അന്ന് രാത്രി സ്വപ്നം കണ്ടു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സ്വപ്നം കണ്ടപ്പോൾ തങ്ങൾ സ്വപ്നത്തിലാണ് പറയാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഫളീലത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഫളീലത്ത് ഇങ്ങനെയാണ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ ഫളീലത്ത് ഇങ്ങനെ പറയാ, ഹദീസുണ്ട്, ഞാൻ സമയം ചുരുക്കുക. അപ്പം ഇയാൾ വിചാരിച്ചു, പടച്ചോനെ, ഞാൻ അബൂബക്കർ സിദ്ദീഖിൻ്റെ ഫളീലത്ത് എനിക്കൊരു സംശയമല്ലല്ലോ, സ്വർഗ്ഗക്കാരനല്ലേ, മഹാൻ, എന്തിനാ തങ്ങൾ എന്നോട് പറയണത്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചല്ല തങ്ങൾ ഈ പറയുന്നത്, ഷെയ്ഖ് അബൂബക്കറിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു.